പലതാണ്. ഇന്ന് നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം കൂടി നമ്മൾ നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് സൂചന നൽകുവാനാണ് വിനീതൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു ഉത്തരവാദിത്വം, സാമൂഹികമായ ഒരു ഉത്തരവാദിത്വം, ഇന്ന് വൈകിട്ട് നമ്മുടെ സമീപത്ത് പറവൂര് ഒരു വഖഫ് സംരക്ഷണ വേദിയുടെ കീഴിലുള്ള ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ഉത്തരവാദിത്വമാകുക? നമുക്കറിയാം, വഖഫ് ഭൂമി എന്നുള്ളത് അള്ളാഹുവിന്റെ ഭൂമിയാണ്. അത് അന്യായമായിട്ട് കയ്യേറി എന്ന് മാത്രമല്ല, അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി വർഗീയ കാർഡ് കളിച്ചുകൊണ്ട് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനമാക്കാൻ വേണ്ടി ഒരു വിഭാഗം അക്രമികൾ, സംഘികളും ക്രിസംഘികളും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. രണ്ടു തരത്തിലുള്ള ഉത്തരവാദിത്തമാണ്. ഒന്ന് നിയമപരമായ പോരാട്ടവും മറ്റൊന്ന് ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടവും. ഇത് രണ്ടും അനിവാര്യമാണ്. നിയമപരമായ പോരാട്ടം ഒരു ഭാഗത്ത് സമുദായ സ്നേഹികൾ നടത്തുന്നുണ്ട്, അതിനുവേണ്ടി അവർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ അതിൽ ഭാഗഭാക്കാകണം. എങ്ങനെ? ജനാധിപത്യപരമായ നമ്മളുടെ വികാരം നമ്മൾ പ്രകടിപ്പിക്കണം. അത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് ഇവിടെ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വഖഫ് ഭൂമിയായിട്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെന്നാണ്. അതല്ലാത്ത മറ്റൊരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള സന്ദേശം നൽകുന്നതിന് വേണ്ടി, നമ്മുടെ ജനകീയമായ സാന്നിധ്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അത് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യതയാണ്. നമ്മളത് ചെയ്തില്ല എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ഭൂമി നഷ്ടപ്പെടും. അള്ളാഹുവിന്റെ ഭൂമി നഷ്ടപ്പെട്ടതിന് നമ്മളെല്ലാവരും പടച്ച റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, കോടതി ഇപ്പോൾ വിധിക്കുന്നത് അല്ലെങ്കിൽ കമ്മീഷനുകൾ വിലയിരുത്തുന്നത് നിയമം നോക്കി മാത്രമല്ല. നിയമം നോക്കിയിട്ടാണെങ്കിൽ നമ്മുടെ പറവൂർ മുൻസിഫ് കോടതിയും അത് ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോർട്ടിന്റെയും എല്ലാം ഉത്തരവ് നിലവിലുണ്ട്. അത് കയ്യേറ്റക്കാർ ഒഴിയണമെന്നും അത് വഖഫ് ഭൂമിയാണ് എന്നും. പക്ഷേ ഇന്നിപ്പോ കോടതികൾ വിധിക്കുന്നത് വെറും നിയമം നോക്കിയിട്ട് മാത്രമല്ല, ജനവികാരം നോക്കിയിട്ട് കൂടിയാണ്. ജനവികാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ പൊതുവിലുള്ള ആളുകളുടെ വിശ്വാസം എന്താ പറയുക? പൊതുസമൂഹത്തിന്റെ അത് മുസ്ലിമീങ്ങളടക്കം അത് അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ആ കാര്യമായിട്ട് അവരൊന്നും പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കുന്നത് ആരൊക്കെയാണ്? അത് ഈ കയ്യേറ്റക്കാരായിട്ടുള്ള ആളുകളാണ്, കുറച്ച് ആളുകൾ. അതിനവർ വർഗീയമാക്കി എന്നുള്ളതാണ് ഭയങ്കരം. ഇതൊരു ഒരിക്കലും വർഗീയമല്ല, മതപരമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഫാറൂഖ് കോളേജും കയ്യേറ്റക്കാരുമാണ്. ഫാറൂഖ് കോളേജ് നമ്മുടെ സമുദായം തന്നെയാണല്ലോ, ഒന്നാം പ്രതി അവരാണ്. നമ്മളൊരിക്കലും ഇതിനെ വർഗീയമായിട്ട് കാണുന്നില്ല. പക്ഷെ കയ്യേറ്റക്കാരായ ആളുകൾ അതിനെ വർഗീയമായിട്ട് കാണുന്നു. എന്നിട്ട് വർഗീയ കാർഡ് കളിച്ചുകൊണ്ട് ജനവികാരം ഉയർത്തിക്കൊണ്ടുവന്ന് നിയമത്തെ മറികടക്കാൻ, കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനാധിപത്യത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട്, ബാബരി മസ്ജിദ് ഉണ്ടായത് എങ്ങനെയാണ്? ജനാധിപത്യത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമവാഴ്ചയെ അട്ടിമറിച്ച് ജഡ്ജിമാരുടെ വിധി പ്രസ്താവനത്തെ സ്വാധീനിച്ചുകൊണ്ട് ഇതിനെ ജനവികാരമാക്കി മാറ്റാം. അപ്പൊ ഇത് ഏകപക്ഷീയമായ വികാരമല്ല. ഇതിൽ നിയമപരമായിട്ടുള്ള വിധിയെ ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നുള്ളൂ എന്ന് മറുഭാഗത്തുള്ള വികാരവും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ വികാരഭരിതരാവുകയില്ല, നമ്മൾ വിവേകശാലികളാണ്. പക്ഷേ നമ്മുടെ ജനാധിപത്യപരമായ അവകാശമുണ്ട്. അത് ബോധ്യപ്പെടുത്താനുള്ള അവസരം ഇത്തരം സമ്മേളനങ്ങളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ കണ്ടിട്ട് പറയണം, അതേ മുസ്ലിം സമുദായവും വഖഫ് ഭൂമിയാണ് അത് എന്ന പക്ഷത്ത് തന്നെയാണ്. അതിൽ വിട്ടുവീഴ്ചയില്ല. നിയമപരമായിട്ട് വിധിക്കണം, രേഖകൾ നോക്കി വിധിക്കണം. ബാബരി മസ്ജിദ് ഉണ്ടായത് എങ്ങനെയാണ്? ബാബരി മസ്ജിദ് വിധിയിൽ നിയമം മുഴുവനും ഒരേ സ്വരത്തിൽ പറയാണെന്ത്? നിയമം, രേഖകൾ പറയുന്നു അത് ബാബരി മസ്ജിദാണ്, ബാബർ ചക്രവർത്തി ഉണ്ടാക്കിയതാണ്. അവിടെ പള്ളി ഉണ്ടായിരുന്നു, പള്ളി പൊളിച്ചതാണ്. എല്ലാം അവസാനത്തെ വിധിയിൽ കോടതി അംഗീകരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അവസാനം എന്ത് പറഞ്ഞു? അവസാനം പറഞ്ഞു, ഇത് ജനവികാരം മാനിച്ചുകൊണ്ട്, പൊതുവികാരം മാനിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. മുസ്ലിമീങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് ഭൂമി നൽകാം. എല്ലാ രേഖകളും നിനക്കലുകൂലം, നിന്റെ വീടാണ്, നിന്റെ സ്ഥലമാണെന്ന് അംഗീകരിച്ചു തരുന്നു. പക്ഷേ മറുഭാഗത്ത് കുറെ ആളുകളുണ്ട്, അവരുടെ മുഴുവൻ വികാരം നീയാണെങ്കിലോ നിന്റെ കൂടെ ആരുമില്ല, നീ വർത്താനം പറഞ്ഞില്ല, ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല, അതുകൊണ്ട് നിനക്ക് വേണ്ട. മുസ്ലിം സമുദായം ബാബരി മസ്ജിദിന് വേണ്ടി കാര്യമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടില്ല.
അപ്പോൾ കോടതി മനസ്സിലാക്കുന്നത് വികാരം മുഴുവനും അപ്പുറഭാഗത്ത്, ഇവിടെ ഉള്ളവരൊക്കെ എന്താ ഷണ്ഡീകരിക്കപ്പെട്ടവർ. ആ ഒരു ഗതികേട് മുനമ്പത്തിന് വരരുത്. ഷണ്ഡീകരിക്കപ്പെട്ട ഒരു ഉമ്മത്തായിട്ട് പടച്ച റബ്ബിന്റെ ഭൂമി നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ സാന്നിധ്യം നമ്മൾ അറിയിച്ചു കൊടുത്തുകൊണ്ട് പറയണം, ഞങ്ങൾ ഈ പക്ഷത്ത് തന്നെയാണ്, നീതിയുടെ പക്ഷത്ത്, സത്യത്തിന്റെ പക്ഷത്ത്, നിയമത്തിന്റെ പക്ഷത്ത്. ഹൈക്കോർട്ടും മുൻസിഫ് കോടതിയും പിന്നീട് നിസാർ കമ്മീഷനും ഒക്കെ പറഞ്ഞ ശരിവെച്ച ഇപ്പോഴത്തെ കമ്മീഷൻ എങ്ങോട്ടാ പോണെന്ന് ഞങ്ങൾ ഹിയറിംഗിന് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. കമ്മീഷൻ പറയുന്നത് പ്രായോഗികമായ പരിഹാരമാണ്, നിയമപരമായ പരിഹാരമല്ല. പ്രായോഗികമായ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താ, അവിടെ താമസിക്കുന്നവർക്ക് താമസം വേണം, താമസിക്കുന്നവർക്ക് താമസം വേണമെന്നാ പറയണത്. അതാ പ്രായോഗികമായ പരിഹാരം. പ്രായോഗികമായ പരിഹാരമല്ലല്ലോ ഒരു കോടതി, അത് ഗവൺമെന്റ് ഉണ്ടാക്കട്ടെ. കോടതി വിധിച്ചതിന് ശേഷം, കോടതി വഖഫ് ഭൂമിയാണ് എന്ന് വിധിച്ചതിന് ശേഷം അവിടെയുള്ള ആളുകളെ പാർപ്പിക്കലോ മറ്റോ ചെയ്യേണ്ടതൊക്കെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഈ 400 ചില്ലാനം വഖഫ് ഭൂമിയിലെ ഒരു മസ്ജിദില്ല കേട്ടോ, ചർച്ചുണ്ട്, ക്ഷേത്രമുണ്ട്, ബാറുകളുണ്ട്, വിനോദ കേന്ദ്രങ്ങളുണ്ട്, സകല തിന്മകളുണ്ട്. പക്ഷെ ഒരു പള്ളിയില്ല സുജൂദ് ചെയ്യാൻ ഈ വഖഫ് ഭൂമിയിൽ. ഇനിയും അത് വിട്ടുകൊടുക്കണോ എന്നുള്ളത് ചിന്തിക്കണം. നിയമം നമുക്ക് അനുകൂലം, കോടതി നമുക്ക് അനുകൂലം, രേഖകൾ നമുക്ക് അനുകൂലം. പിന്നെ ചില കയ്യേറ്റക്കാർ അവർ അക്രമപരമായി 1950-കൾക്ക് ശേഷം കയ്യേറി പലപ്പോഴായിട്ട് ഫാറൂഖ് കോളേജിന്റെ അധികൃതർ ഇവിടുത്തെ വരുമാനം ആദായം എടുക്കാൻ വേണ്ടി വന്നപ്പം ഭീഷണിപ്പെടുത്തി അവരെ പിന്തിരിച്ചു കളഞ്ഞു. അങ്ങനെ അവസാനം പിന്നെ അവന്മാരെന്ത് ചെയ്തു, ഇങ്ങോട്ട് വരാതെയായി. പിന്നെ ഇവിടെ ഒരു പോളിനെ ഏൽപ്പിച്ചു. പോള് വളരെ സൗകര്യപൂർവ്വം 30 ആൾക്കാർക്ക് അതൊക്കെ കൂടി അങ്ങോട്ട് വീതം വെച്ചു കൊടുത്തു. വഖഫ് ഭൂമി അങ്ങനെ അങ്ങോട്ട് അപ്രത്യക്ഷമായി. അപ്പൊ ഈ അനീതിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, നീതിയുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഉറച്ചു നിൽക്കണം. അതിന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പരിപാടിയിൽ എന്റെ പ്രിയപ്പെട്ട ഈ മഹലിലുള്ള മുഴുവൻ സഹോദരന്മാരുടെയും സത്യവിശ്വാസികളുടെയും സാന്നിധ്യം ആ സമ്മേളനത്തിൽ ഉണ്ടാകണം. നിങ്ങളുടെ പിന്തുണ നിങ്ങൾ അറിയിക്കണം. ഇത് ഏതാനും ഒരു വേദിക്ക് വേണ്ടിയുള്ള പിന്തുണയല്ല, ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള പിന്തുണയാണ്, അള്ളാഹുവിന്റെ വഖഫ് ഭൂമിക്ക് വേണ്ടിയുള്ള പിന്തുണയാണ്. അത് പ്രതിഫലാർഹമായ ഒരു ഇബാദത്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം ആ പരിപാടിക്ക് വേണ്ടി വരുന്ന ചെറിയ ചെലവുണ്ട്. ആ ചെലവുകൾ ഓരോ മഹലിൽ നിന്നും പിരിച്ചു കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ മഹല്ല് ഭാരവാഹികളും ഇൻഷാ അല്ലാഹ് പുറത്ത് ബക്കറ്റുമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഖ്യ അതിൽ ഇട്ടുകൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ സ്വാലിഹായ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഉമ്മത്തിനെ ഇസ്സത്തിലാക്കുമാറാവട്ടെ. ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല